ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. നിങ്ങളിതുവരെ ടൂ വീലറിൻ്റെ ലൈസൻസ് എടുക്കാത്തവരാണോ? എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണിയാണ്. എന്താണെന്നല്ലേ, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ടൂ വീലർ ലൈസൻസ് എടുക്കാൻ ഇപ്പോൾ ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ MVD പുതിയൊരു രീതിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ M80 എന്ന് പറയുന്ന ബൈക്കിലായിരുന്നു ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നമ്മൾ 8 എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു M80 ബൈക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ടൂ വീലർ കാലിൽ ഗിയറുള്ള വണ്ടി തന്നെയാണ് ഇനി മുതൽ ഈ 8 ഇടാൻ വേണ്ടി MVD പുറത്തിറക്കിയിട്ടുള്ളത്. M80 ആകുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ, അതായത് അതിൻ്റെ കയ്യിൽ തന്നെയാണ് ഗിയർ വരുന്നത്. ഇപ്പോൾ കയ്യിൽ ഗിയർ വരുന്ന ബൈക്കുകളൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കാലിൽ ഗിയർ വരുന്ന ബൈക്കുകളെ കൊണ്ടിപ്പോൾ 8 എടുക്കാൻ പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ അങ്ങനെ കാലിൽ ഗിയറുള്ള ബൈക്ക് കൊണ്ട് 8 എടുത്തതിൽ ഭൂരിഭാഗം ആൾക്കാരും ഫെയിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ആർക്കും ഒരു ഒരു ഐഡിയ കിട്ടുന്നില്ല. കാലിൽ ഗിയർ ഇട്ട് മാറ്റുമ്പോഴത്തേനും കാല് നിലത്ത് കുത്തിന് അയാൾ ഫെയിലാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനോടകം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് പൊട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇത് അറിഞ്ഞതോടുകൂടി ടെസ്റ്റിന് പോയിട്ട് തന്നെ ഇല്ല. M80 ബൈക്കിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 75 cc ആണ്. എന്നാൽ ഇനി മുതൽ നമ്മൾ 8 എടുക്കുന്ന ബൈക്കിന്, അതായത് കാലിൽ ഗിയർ വരുന്ന ബൈക്കിന് മിനിമം 95 എഞ്ചിൻ കപ്പാസിറ്റി വേണം എന്നാണ് ഇപ്പോൾ MVD പുതിയൊരു നിയമം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതുവരെ ടെസ്റ്റ് എടുത്തവർക്ക് അറിയാം, M80 കൊണ്ട് വളരെ സുഖമായിരുന്നു 8 എടുക്കാൻ. കാരണം ഓൾറെഡി അത് ഗിയറൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സുഖമായിട്ട് 8 വന്നാൽ മതി. ഒരുപാട് ആൾക്കാർക്ക് വളരെ എളുപ്പമായിരുന്നു. ഞാനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് വളരെ എളുപ്പമായിട്ടുള്ളത്, ഞാനൊക്കെ അതിൽ പാസ്സായിട്ടുണ്ട് 8. ഇപ്പോൾ കാലിൽ ഗിയറുള്ള ബൈക്ക് ആയതുകൊണ്ട് ഒരുപാട് പേര് ഇതിനോടകം തന്നെ പൊട്ടിപ്പോയി. കയ്യിൽ ഗിയറുള്ള ബൈക്ക്, സ്കൂട്ടർ ഒന്നും ഇപ്പോൾ നമ്മുടെ രാജ്യം വിപണിയിൽ ഇറക്കുന്നില്ല. അതാണ് ഈ ഒരു മാറ്റത്തിനുള്ള കാരണം. ഇപ്പൊ ഇറക്കുന്ന എല്ലാ ബൈക്കുകൾക്കും കാലിലാണല്ലോ ഗിയർ. അപ്പൊ അതാണ് ഇങ്ങനൊരു മാറ്റം MVD വരുത്താനുള്ള കാരണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 4 വീലിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വീൽ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയറും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള ഡ്രൈവിംഗ് ക്ഷമത പരിശോധിക്കുന്നതിന് ഇത് പര്യാപ്തമല്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇതിന് കാരണം. ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുമ്പോൾ മാനുവൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിന്നീട് ഒരു പ്രശ്നം വരും എന്നാണ് MVD ഈ ഫോർ വീലിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ട് ലൈസൻസ് എടുക്കാൻ പഴയ പോലെ അത്ര ഈസി ആയിരിക്കില്ല. കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മുമ്പ് തന്നെ എല്ലാവരും ബൈക്ക് കൊണ്ട് മാക്സിമം നമ്മൾ 8 ഇട്ടുങ്ങാണ്ട് പരിശ്രമിക്കുക. നല്ലോണം പരിശ്രമിച്ചാലേ ഇനി നമുക്ക് 8 സുഖമായിട്ട് പാസ്സാവാൻ പറ്റുള്ളൂ. കാരണം M80 അല്ല, ഇപ്പോൾ കാലിൽ ബൈക്കുള്ള സ്പ്ലെൻഡർ പോലുള്ള വണ്ടികളാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.